ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്പുഡേസ് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാ കണ്ടില്ലേ, എല്ലാവരും ഉണ്ടെന്ന് വെച്ചാൽ ധനീഷ് ചേട്ടൻ്റെ മൂത്ത പെങ്ങളും കുട്ടികളുമാണ് കേട്ടോ ഇത്. അപ്പോൾ മൂത്ത പെങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും, മണിച്ചേച്ചി ധന്യ എന്നാണ് പേര്. മണിച്ചേച്ചിനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് മണിച്ചേച്ചിയുടെ 3 കുട്ടികൾ. ആ കറുത്ത ഡ്രസ്സ് ഇട്ടേക്കുന്നതാണ് മൂത്ത കുട്ടി ചിന്നു, രണ്ടാമത്തെ വെള്ള ഉണ്ണിമോള്, മൂന്നാമത്തെ ഉണ്ണിക്കുട്ടൻ. 3 പേരും അവരുടെ കുട്ടി അനിയനെ കളിപ്പിക്കാൻ കേട്ടോ. അവരാദ്യമായിട്ടാണ് കാണുന്നത്, വീഡിയോ കോളിൽ കൂടെയൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അന്ന് ഒരു ഉച്ചയ്ക്കായിട്ടാണ് കേട്ടോ അവർ വന്നത്. ഒരു ഉച്ച സമയത്തൊക്കെയാണ് അവർ വന്നത്. വന്നിട്ട് പിന്നെ അമ്പുഡൂസിനെ കളിപ്പിക്കുക തന്നെയായിരുന്നു. അമ്പുഡൂസിന് പക്ഷേ ആദ്യമായിട്ടാണ് കണ്ടുകൊണ്ട് എല്ലാവരെയും പെട്ടെന്ന് അങ്ങനെ ഒരുപാട് പേരെ അങ്ങനെ ഒരുമിച്ച് കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു വിഷമം അവനുണ്ടായിരുന്നു. മണിച്ചേച്ചിയുടെ അടുത്ത് പോവും, അമ്മയുടെ അടുത്തും ഒക്കെ പോകുമായിരുന്നു. കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ അവൻ ആകെ ഒരു വെപ്രാളമായിരുന്നു. ആരൊക്കെയാണ് ഇത്, എന്തൊക്കെയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. എന്നാലും അവൻ കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ ഓരോ കാട്ടുമ്പോഴത്തേക്കും സംസാരിക്കുമ്പോഴത്തേക്കും അവൻ അങ്ങോട്ട് അവരെ നോക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവൻ എന്തോ ഒരു വല്ലായ്മയായിരുന്നു. രാത്രിയും കുറച്ച് നേരം അവരോട് കളിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവന് അങ്ങ് വല്ലാണ്ട് വിമ്മിഷ്ടമായി. പിന്നെ മമ്മിമ്മ അവനും കൂടെ റൂമിൻ്റെ അകത്ത് കയറി കിടക്കുകയായിട്ടോ ചെയ്തത്. അവന് എല്ലാവരെയും കണ്ടിട്ടാണോ എന്താവോ ഒരു വല്ലാത്ത ഒരിതായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അത് അങ്ങോട്ട് മാറി. പിന്നെ കുട്ടികളായിട്ട് അമ്പുഡൂസ് വലിയ കളിയാണ് കേട്ടോ, ഭയങ്കര കളിയിലാണ്. അവരാദ്യമായിട്ടാണ് കാണുന്നത് അമ്പുഡൂവിനെ, വീഡിയോ കോളിൽ കൂടെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇപ്പം ആദ്യമായിട്ടാണ് കാണുന്നത്. ചിന്നു ഇപ്പോൾ 10ലാണ് പഠിക്കണത് കേട്ടോ. ചിന്നു 10ലാണ് ഇപ്പോൾ പഠിക്കണത്. അപ്പോൾ ഇതാണ് അപ്പൂട്ടൻ എന്ന് വെച്ചാൽ മണിച്ചേച്ചിയുടെ ഹസ്ബൻഡ്. ധനീഷേൻ്റെ മൂത്ത പെങ്ങളാണ് മണിച്ചേച്ചിയുടെ ഹസ്ബൻഡാണ് അപ്പൂട്ടനെ കണ്ടപ്പോഴത്തേക്ക് അമ്പുഡൂസിന് ആകെ ഒരു വല്ലായ്മയായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ആ മുഖം കാണുന്നത്. കുട്ടികൾ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അപ്പൂട്ടനെ കണ്ടപ്പോൾ വല്ലാണ്ട് എന്തോ പോലെ പരവശപ്പെട്ടൊക്കെ നോക്കണുണ്ടോ, എന്തൊക്കെയോ പോലെ വല്ലാണ്ട് നോക്കുക. അപ്പൂട്ടൻ കൈ കഴുകിയിട്ടില്ല, അതുകൊണ്ടാണ് എടുക്കാതെ. പോയി കൈയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് എടുക്കുന്നൊരു സീനുണ്ട്. എൻ്റെ അമ്മോ, കാണണം അത്. നോക്കണോ പറ്റിയില്ലേ? എന്റെ കരയുണ്ടോ? പേടിണ്ടോ? അയ്യോ 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 കുതിക്കണു. അങ്ങനെ കണ്ടില്ലേ, അമ്പുഡൂസ് ആകെ കരഞ്ഞു കേട്ടോ. അപ്പൂട്ടൻ്റെ അടുത്ത് പോയപ്പോൾ അമ്മയൊക്കെ പറയാം, അപ്പൂട്ടൻ്റെ അടുത്ത് പോയി അങ്ങനെ ഒരു കുട്ടികളും കരയാത്തതാണ്. അമ്പുഡൂസിന് ആകെ അമ്പുഡൂസ് വിമ്മിഷ്ടപ്പെട്ടാണ് ഇരുന്നത്, അതുകൊണ്ടായിരിക്കും അപ്പൂട്ടനെ കണ്ട് കരഞ്ഞത്. പിന്നെ ഞങ്ങൾ രാത്രിത്തെ ചിക്കനും ചോറും ഒക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ അവരെ കാണിക്കുന്ന ഇത്ര എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അമ്പുഡൂസ് ഭയങ്കര നിർബന്ധമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു കേട്ടോ. ആകെ നിർബന്ധപ്പെട്ടിട്ട് അമ്പുഡൂസ് പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടൂല, അതാണ്. രാവിലെ എണീറ്റപ്പോഴത്തേക്കും അവരെല്ലാവരും പോയിട്ട്, മണിച്ചേച്ചിയും അപ്പൂട്ടനും കുട്ടികളൊക്കെ. അവർക്ക് രാവിലെ സ്കൂളിലും ട്യൂട്ടറിലൊക്കെ പോകണമായിരുന്നു. രാവിലെ ചിന്നു പോയത് എന്നോട് പറഞ്ഞിട്ടാണ് പോയത്. മറ്റവരൊക്കെ പോയപ്പോഴത്തേക്കും ഞാൻ അമ്പുഡൂസ് ഉറങ്ങുമായിരുന്നു. കാരണം രാത്രി അമ്പുഡൂസ് നല്ല നിർബന്ധമായിരുന്നു, ഉറങ്ങാനേ കൂട്ടാക്കിയില്ല. അപ്പം രാവിലെയാണ് ഇച്ചിരി ഉറങ്ങണത്. അവ ഉറങ്ങുമ്പോഴാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുക. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങിപ്പോയി. അപ്പോഴത്തേക്കും ഞാൻ എണീറ്റപ്പോഴത്തേക്കും അവരൊക്കെ പോയി. രാവിലെ പോയിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മ, ഇവിടെ കുമ്പളം ഉണ്ട് കേട്ടോ, വീട്ടിൽ തന്നെ കുമ്പളം ഉണ്ട്. അപ്പോൾ ഒരെണ്ണം അമ്മ പറിച്ച് വെച്ചു, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത്രയും വലിയ കുമ്പളമാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടി. അമ്മ പറിച്ച് വെച്ചിരുന്നതാണ് ഒരെണ്ണം കേട്ടോ. ഇത്രയും വലുതാണ്, വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. നമ്മൾ വീട്ടിൻ്റെ അടുക്കളയിൽ മുകളിലോട്ട് പടർത്തി ഇട്ടിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുമ്പളങ്ങ കറിയൊക്കെ ഭയങ്കര ഹൈലൈറ്റാണ്. ഞങ്ങളുടെ അങ്ങോട്ട് കുമ്പളങ്ങ കറിയെന്ന് ഞാൻ കേട്ടിട്ടില്ല, മയിൽ വിളിക്കണം. ഞങ്ങളവിടെ നിന്ന് കുമ്പളങ്ങ കറി ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെയാണ് കുമ്പളങ്ങ കറിയുടെ
ഉറവിടമെന്ന് തോന്നുന്നു. പക്ഷേ ഏറ്റവും നല്ല ടേസ്റ്റ് നല്ലതാണ്. ഏറ്റവും നല്ല മുടി വളരാനായിട്ട് ഏറ്റവും നല്ല കുമ്പളങ്ങക്കറിയാണെന്നാണ് എനിക്ക് തോന്നണേ. എല്ലാവരും പറഞ്ഞും കേട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടംപോലെ മുടിയുണ്ട്. അവരിങ്ങനെ കുമ്പളങ്ങക്കറി കറി കഴിച്ചിട്ടാണ് തോന്നുന്നത് ഇഷ്ടംപോലെ മുടി. ചിന്നുവിനും ഉണ്ണിമോക്കും മണിച്ചേച്ചിക്ക് അമ്മയ്ക്ക് പിന്നെ ഇഷ്ടംപോലെ മുടിയുണ്ട്. അപ്പോൾ ഞാൻ ഇത് പടർന്നു പോയിരിക്കണ ഇത് വീട്ടിൻ്റെ മണ്ടയിൽ പോയേക്കുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അടുക്കള പോവാ, താക്കോലെടുക്കണം, തുറക്കണം. ചെരുപ്പിട്ടോട്ടെ. പുല്ല് ചെത്തിയിട്ട് ഉണങ്ങാൻ ഇട്ടേക്കാണ് കേട്ടോ. പുല്ല് ചെത്തിയിട്ട് ഉണങ്ങാൻ ഇട്ടേക്കണതാണിത്. ഞാൻ കാണിച്ചത് ഇതാണ് കേട്ടോ കുമ്പളങ്ങയുടെ വള്ളി. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ പോയി. പക്ഷെ മുകളിലോട്ട് നല്ല ഉണ്ട് കേട്ടോ. ഇതോ ഒരു കുമ്പളങ്ങ കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? കുമ്പളം ദാ കിടക്കുന്നു. ഒരെണ്ണം അമ്മ പറിച്ചു കേട്ടോ, ഒരെണ്ണം ദാ കിടക്കണം. ദാ വീട്ടിൻ്റെ മണ്ട വരെ വള്ളി പോയിട്ടുണ്ടോ? വീട്ടിൻ്റെ മണ്ടയിൽ വള്ളി പോയിട്ടുണ്ട് കണ്ടോ. വീട്ടിൻ്റെ മണ്ടയിലാണ് ഈ വള്ളി. വീട്ടിൻ്റെ മണ്ടയിലെന്ന് വെച്ചാൽ വീട്ടിൻ്റെ മുകളിൽ ഓടിൽ ഒരെണ്ണേ ഉള്ളതെന്ന് തോന്നുന്നു. മയിൽ എവിടെയോ വിളിക്കുന്നുണ്ട്. അപ്പോൾ കുമ്പളങ്ങ കണ്ടോ നിങ്ങളെ? രാവിലെ തന്നെ വെയിൽ കേട്ടോ. കുമ്പളങ്ങ കണ്ടില്ലേ? മയിൽ എവിടെയോ വിളിക്കുന്നുണ്ട്. നോക്കാം. മയിൽ എവിടെയോ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ പെരയിടത്തിലാണെന്ന് തോന്നുന്നു. കാണാൻ പറ്റുമോയെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. നിറച്ചും കാടാണ് കേട്ടോ അപ്പുറത്തെ പെരയിടമൊക്കെ. ഞാൻ വന്നപ്പോഴത്തേക്കും മയിൽ പോയി. അപ്പോൾ അതാണ് ഞങ്ങൾ കുമ്പളങ്ങ കണ്ടില്ലേ, രാവിലെ എണീറ്റ് കുളിച്ചു, അമ്പൂസ് ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ വീട്ടിൻ്റെ മണ്ടയിലാണ് കേട്ടോ കുമ്പളം പടർത്തിയേക്കണേ. കണ്ടോ, അതാണ് കേട്ടോ കുമ്പളങ്ങ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അവരെയൊന്നും രാവിലെ പോയപ്പോൾ എനിക്ക് കാണാൻ പറ്റത്തില്ല, ഭയങ്കര സങ്കടമുണ്ട്. ഇനി ഞങ്ങളങ്ങോട്ടൊക്കെ പോകും കേട്ടോ. ഇതോ ഇനിയൊരു കുമ്പളങ്ങ അങ്ങോട്ട് പറിക്കാനുണ്ട്, അത് കുറച്ചുകൂടെ വലുതാവട്ടെ. അത് അമ്മ അവിടെ നിർത്തിക്കുന്നേ ഉള്ളൂ. അത് പക്ഷേ തോട്ടം ഉണ്ടെങ്കിലേ പറിക്കത്തുള്ളൂ. ഒരെണ്ണം താഴെയായിരുന്നു, അത് അമ്മ പെട്ടെന്ന് പറിച്ചേന്ന് തോന്നുന്നു. പെട്ടെന്ന് കേടാവും കേട്ടോ, പുഴു കുത്തും, അതാകുമ്പോൾ പെട്ടെന്ന് പറിച്ചേ. അപ്പോൾ അശ്വയിച്ച് വന്നിട്ടില്ല. ഇനി അശ്വയിച്ച് വരുമ്പോൾ അശ്വയിച്ചിനെ കാട്ടിത്തരാം. എന്താ പറയുക, അശ്വയിച്ച് ധനീഷേട്ടൻ്റെ ഇളയ പെങ്ങളാണ് കേട്ടോ. ഇന്നലെ വന്നത് മൂത്ത പെങ്ങള് ഹസ്ബൻഡും മക്കളും ഒക്കെ കൂടിയാണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോഴത്തേക്കും അവർ പോയി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അമ്പുടൂസ് ഇപ്പോൾ രാത്രി ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. എന്നെ ഉറങ്ങുന്ന സമ്മതിക്കേ ഇല്ല തീരെ. മമ്മിമ്മയ്ക്കും കല്യാണമ്മയ്ക്കും ഇങ്ങനെ എടുത്തുകൊണ്ട് കുറേ നേരം നടക്കാനും പറ്റില്ല. അപ്പോൾ ഷിയാൻ വേണമെങ്കിൽ കുറേ നേരം എടുത്തുകൊണ്ട് നടന്നിട്ട് കൊണ്ടുതരും എനിക്ക്. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും പാലക്കാട്ടത്തെ വീഡിയോ ആയിട്ടൊക്കെ ഇനിയും വരാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ ആ ബെൽ ബട്ടനും കൂടി അടിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.